വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, SGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്ററിലെ അപ്രിഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് 2 അഡ്വന്റ് ഓഫ് മോഡേൺ തിയേറ്റർ ഇൻ ഈജിപ്ത്. ഈജിപ്തിലെ ആധുനിക നാടകത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ് മുസാഹമാത്തുൽ മസ്രഹിയീൻ അൽ മിസ്രിയീൻ, ഈജിപ്ഷ്യൻ നാടക കൃത്തുകളുടെ സംഭാവനകൾ, ഈജിപ്ഷ്യൻ നാടക എഴുത്തുകാരുടെ സംഭാവനകൾ. ഈ യൂണിറ്റിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ അൽ ഫന്നുൽ മസ്രഹി ഫി മിസ്ർ, ഈജിപ്തിലെ നാടക കലയെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ മസ്രഹുൽ മിസ്രി ഫിൽ ഖർനിൽ ഇശ്രീൻ, 20-ാം നൂറ്റാണ്ടിലെ ഈജിപ്ഷ്യൻ നാടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈജിപ്തിലെ പ്രധാനപ്പെട്ട കുറച്ച് നാടക എഴുത്തുകാരെക്കുറിച്ചും ആണ് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി അൽ ഫന്നുൽ മസ്രഹി ഫി മിസ്ർ, ഈജിപ്തിലെ നാടക കലയെക്കുറിച്ച് കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇത് ഒന്ന് ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക. ഈജിപ്തിലെ നാടകകലയുടെ തുടക്കം മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൽ മസ്രഹ് ഫി മിസ്ർ ഖദീം ജിദ്ദ, ഈജിപ്തിലെ നാടകം വളരെ പഴക്കം ചെന്നതാണ്. യർജി ഉൽ അസ്രിൽ ഫറായിന, ഫറാവമാരുടെ കാലം മുതൽ തന്നെ ഈ നാടകകല ഉണ്ട്. അമിനൽ ഫുനൂനി ഷഅബിയ അല്ലത്തി കാനത്ത് മൗജൂദ ഖയാലുദ്ദീൻ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നാടകങ്ങളില്ലെങ്കിലും അന്നത്തെ നാടൻ കലകളുമായി ബന്ധപ്പെട്ടുള്ള നാടകത്തിനോട് സമാനമായ ചില കലാരൂപങ്ങളൊക്കെ ഖയാലുദ്ദീൻ പോലുള്ള ചില കലകളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു. ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തഅസ്സറത്തിൽ ഹംല അൽ ഫറൻസിയ സന 1798, 1798 ഈജിപ്തിന്റെ മേലിലുള്ള ഫ്രഞ്ച് അധിനിവേശവും നെപ്പോളിയൻ ബോണപ്പാർട്ടും തഅ്സീറൻ കബീറൻ ഫി തശ്കീൽ ബിദായാത്തി ഫന്നിൽ മസ്രഹിൽ ഹദീസ് ഫി മിസ്ർ, ഈജിപ്തിൽ ആധുനിക നാടക കലയുടെ തുടക്കം, അതിൻ്റെ വിത്ത് പാകുന്നതിൽ, അതിന് പ്രാരംഭം കുറിക്കുന്നതിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടും 1798 ഫ്രഞ്ച് അധിനിവേശവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം നെപ്പോളിയൻ അവല മസ്രഹ് ബിസ്മി മസ്രഹിൽ ജംഹൂരിയ വൽ ഫുനൂൻ ഫി മിൻതഖത്തിൽ ഉസ്ബക്കിയ ബിൽ ഖാഹിറ, കെയ്റോയിലെ ഉസ്ബക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് മസ്രഹുൽ ജംഹൂരിയ വൽ ഫുനൂൻ എന്ന പേരിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ സൈന്യത്തിന് ഒരു എൻജോയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടൊരു ആദ്യമായിട്ടൊരു നൃത്തശാല അല്ലെങ്കിൽ ഒരു നാടകശാല, നാടകമൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം അദ്ദേഹം ഉണ്ടാക്കി. 1870 ബദ അൽ മസ്രഹു ഷാമി യന്തശിറു ഫി മിസ്ർ, ഷാമി നാടകങ്ങൾ ഈജിപ്തിൽ വ്യാപിക്കാൻ തുടങ്ങി. ഷാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഷാമല്ല, ഷാം എന്ന് പറഞ്ഞാൽ ലബനാൻ, സിറിയ, ഫലസ്തീൻ, ജോർദാനൊക്കെ അടങ്ങുന്ന പഴയ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാറൂൻ നക്കാഷാണ് ലബനാനിൽ മസ്രഹിയത്തിന് തുടക്കം കുറിച്ചത്, സിറിയയിൽ ഖബ്ബാനി ആയിരുന്നു. അപ്പോൾ ആ ഒരു ടീം, ലബനാൻ, സിറിയ ഒക്കെ ആ ഭാഗത്ത് നിന്നുള്ള നാടകത്തിൻ്റെ ടീമുകൾ എവിടേക്ക് വരാൻ തുടങ്ങി? ഈജിപ്തിലേക്ക് വന്ന് വ്യാപിക്കാൻ തുടങ്ങി. എന്തോടുകൂടെ? ഹിജ്റത്തിൽ ഫിറഖിൽ മസ്രഹിയ അഷാമിയ, ഷാമിൽ നിന്നുള്ള ഈജിപ്ഷ്യൻ നാടക സംഘങ്ങൾ, ഷാമിൽ നിന്നുള്ള നാടക സംഘങ്ങൾ ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തതോടുകൂടി ഈജിപ്തിലും ഈ മസ്രഹു ഷാമി വ്യാപിക്കാൻ തുടങ്ങി. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൽ ഖുദൈവി ഇസ്മായിൽ ഖലീഫത്ത് മുഹമ്മദ് അലി ബാഷയുടെ ഖലീഫയായിരുന്ന ഖുദൈവി ഇസ്മായിൽ ഷജ്ജഅ വഖാമ ബിതഅസീസിൽ അദീദ് മിനൽ മസാരിഹ് ഫി മിസ്ർ, ഈജിപ്തിൽ ഒരുപാട് നാടകശാലകൾ നിർമ്മിക്കാൻ അദ്ദേഹം പ്രോത്സാഹനം നൽകുകയും അതിന് എൻകറേജ്മെന്റ് നൽകുകയും ചെയ്തു. പിന്നെ യാക്കൂബ് സന്നു എന്ന് പറയുന്നത് ഈജിപ്തിലെ നാടകകലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഉജ്ബൽ ഖുദൈവി ബിഅഅമാൽ യാക്കൂബ് സന്നു അൽ മസ്രഹിയ, യാക്കൂബ് സന്നുവിൻ്റെ നാടക രചനകൾ ഖുദൈവിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതിൽ ആകൃഷ്ടനായി. വസമഹ ലഹു ബിഇൻശാഇ മസ്രഹിൻ വതനിയ്യിൻ ലിഅർളി മസ്രഹിയാതിഹി അലൽ ജംഹൂരിൽ ആം, പബ്ലിക്കിന് മുമ്പിൽ യാക്കൂബ് സന്നോയിൻ്റെ നാടകങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം
ഹുദൈബി, അന്നത്തെ ഹുദൈബി ഒരു ദേശീയമായ മസ്രഹ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അനുവാദം നൽകി. ഈ യാക്കൂബ് സന്നു ഏകദേശം 32 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നാടകകല, ഈജിപ്തിലെ നാടകകലയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നാടകകലയുടെ പുരോഗതിക്ക് പ്രധാനമായും പങ്കുവഹിച്ചത് ഒന്ന് അന്നത്തെ സാമൂഹ്യമായ സ്വാതന്ത്ര്യം, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം, തശ്ജീഉൽ ഹുദൈബി ഇസ്മായിൽ ഹുദൈബി ഇസ്മായിൽ എന്നവരുടെ നാടകത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം, പ്രോത്സാഹനം, അതുപോലെ വൽ മുസാഹമാത്തുൽ കബീറ അല്ലത്തി ഖദ്ദമത്ഹാ മജ്മുഅത്തുൽ മസ്റഹി ഷാമി, ഷാമി നാടക സംഘങ്ങൾ നൽകിയ സംഭാവനകൾ, ഇതൊക്കെ ഖദ് വഫറത് മുജ്തമഅതൻ അർദിയതൻ റാസിഖതൻ ലിസ്ദിഹാരിൽ മസ്റഹിൽ ഹദീസ് ഫി മിസ്ർ, ഈജിപ്തിൽ ആധുനിക നാടകത്തിന്റെ പുരോഗതിക്ക് വളക്കൂറുള്ള ഒരു മണ്ണാക്കി തീർക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഇനി 20-ാം നൂറ്റാണ്ടിലെ ഈജിപ്തിലെ നാടകകലയെ കുറിച്ചാണ് പറയുന്നത്. നഷ അൽ മസ്റഹുൽ മിസ്രി അൽ മുബക്കിർ മുതഅസ്സിറൻ ബിസ്സഖാഫ അൽ ഔറുബിയ്യ വമസാരിയിൽ ഹുക്കാം. ഈജിപ്തിലെ ആദ്യകാല നാടകങ്ങളൊക്കെ യൂറോപ്യൻ കൾച്ചറുമായി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. യൂറോപ്യൻ കൾച്ചറിൽ ആകൃഷ്ടമായിക്കൊണ്ടാണ് ആദ്യകാലത്തെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ മഅ മുറൂറിൽ വഖ്ത്, കാലം കടന്നു പോകുന്നതിനിടയിൽ തതവ്വറ അൽ മസ്റഹു ഫി മിസ്ർ ലിയുഅക്കിസ ശഖ്സിയ്യത്തൽ മിസ്രിയീൻ വസഖാഫത്തിഹിം ഹൈസു തമ്മത് കിതാബത്തുൽ മസ്റഹിയാത്ത് ബില്ലുഗ അൽ അറബിയ്യ. അങ്ങനെ കാലം പുരോഗമിക്കുന്നതിനിടയിൽ ഈജിപ്തുകാർ അവരുടെ തനി അറബികളുടെ കൾച്ചറിനെ കുറിച്ച്, ഈജിപ്ഷ്യൻ കൾച്ചറിലുള്ള നാടകങ്ങൾ രചിക്കാൻ തുടങ്ങി. തനത് അറബി ഭാഷയിൽ തന്നെ, മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ഒന്നും അല്ലാതെ അറബിയിൽ തന്നെ അവര് നാടകങ്ങളൊക്കെ രചിക്കാൻ തുടങ്ങി. ഫിൽ ഖർനി താസി ആഷർ, 19-ാം നൂറ്റാണ്ടിൽ كان المسرح المصري يعتمد بشكل كبير على الغناء واستمر هذا النهج حتى أوائل القرن العشرين. 19-ാം നൂറ്റാണ്ടിൽ നാടകം കാര്യമായിട്ട് സംഗീതത്തിന്റെ അല്ലെങ്കിൽ പാട്ടിന്റെ മേൽ ആകർഷമായത്. നമ്മൾ പോയറ്റിക് ഡ്രാമ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഈ ഒരു സ്ഥിതിവിശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നു. എന്നാൽ കാനത്ത് അവൈൽ ഖർനിൽ ഇശ്രീൻ ഫത്രത്തൻ മിഹ്വരിയ ഫി തതവ്വുരിൽ മസ്റഹിൽ മിസ്രി. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം എന്നത് ഈജിപ്ഷ്യൻ നാടകകലയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഫത്ര മഹിവരിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ലഹറത്തിൽ മസ്റഹിയാത്തുൽ ഗിനാഇയ്യ, പോയറ്റിക് ഡ്രാമകൾ, പദ്യ നാടകങ്ങൾ വളരെയധികം വ്യാപിക്കാൻ തുടങ്ങി. മഅൽ ഫന്നാൻ സലാമ ഹിജാസി, ജോർജ് അബിയലിനെ പോലുള്ള കലാകാരന്മാരിലൂടെ, നാടകകൃത്തുകളിലൂടെ മസ്റഹിയാത്ത് ഗിനാഇയ്യ ഈജിപ്തിൽ വ്യാപിക്കാൻ തുടങ്ങി. 1935-ൽ അസസ അദ്ദൗല അൽ മിസ്രിയ അൽ ഫിർഖ അൽ ഖൗമിയ ലിൽ മസ്റഹ് ബിരിആസ ഖലീൽ മത്റാൻ وافتتحت نشاطها بمسرحية أهل الكهف لتوفيق الحكيم. 1935-ൽ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ദേശീയമായൊരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഖലീൽ മത്റാന്റെ നേതൃത്വത്തിൽ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ തൗഫീഖുൽ ഹക്കീമിന്റെ പ്രധാനപ്പെട്ട ഒരു നാടകമായിട്ടുള്ള അഹ്ലുൽ കഹ്ഫ് എന്ന് പറയുന്ന നാടകത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 1952-ലെ വിപ്ലവത്തിന് ശേഷം ازدهر المسرح الواقعي الذي ناقش قضايا الناس والمجتمع وبرزت أسماء مثل يوسف إدريس والفرد فرج വനുഅ്മാൻ ആഷൂർ, സഅദുദ്ദീൻ വഹ്ബ, റഷാദ് റുഷ്ദി പോലുള്ള പ്രധാനപ്പെട്ട നാടക എഴുത്തുകാർ ഈജിപ്തിൽ വളർന്നു വന്നു. അവര് ഈജിപ്തിന്റെ അവിടുത്തെ നാട്ടിലുള്ള ആളുകളുടെയും സമൂഹത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള അൽ മസ്റഹുൽ വാഖിഇ, റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾ രചിക്കാൻ തുടങ്ങി. 1960-കളായപ്പോൾ ഇന്തശറ അൽ മസ്റഹു ശഅരി, പോയറ്റിക് ഡ്രാമകൾ വ്യാപിച്ചു. മഅ കുത്താബിൻ കിബാർ മിസ്ല അബ്ദുറഹ്മാൻ ഷർഖാവി, സലാഹ് അബ്ദുൽ സബൂറിനെ പോലുള്ള വലിയ വലിയ എഴുത്തുകാരിലൂടെ പദ്യ നാടകങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. 1970-കളായപ്പോൾ ലഹറ മുഹമ്മദ് ഇനാനി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഉദയം ചെയ്തു. അല്ലദി റക്കസ അല ഇസ്തിക്ശാഫി നഫ്സിൽ ബശരിയ ഫി ഹാദൽ അഹ്ദ് ബദ ഇന്തിശാറുൽ മസ്റഹ് തിജാരി അല്ലദി റക്കസ അല തർബീഹ്. മുഹമ്മദ് ഇനാനി ഹ്യൂമൻ സൈക്കോളജിക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നാടകങ്ങൾ രചിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം 1970-കൾ എന്ന് പറയുന്നത് മസ്റഹു തിജാരി, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാടക രചന
കൂടുതലായി വ്യാപിച്ച ഒരു കാലഘട്ടം. അല്ലാതെ റക്കസ അല തർഫിയ കാര്യമായിട്ട് അവർ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങൾ മസ്റഹു തിജാരി എന്ന് പറയുന്ന നാടകങ്ങൾ രചിച്ചിരുന്നത്. 1980കളിലേക്ക് വരുമ്പോൾ ഇസ്ദഹർ അൽ മസ്റഹു സിയാസി വൽ ഇജ്തിമായി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള നാടകങ്ങൾ ശോഭിക്കാൻ തുടങ്ങി. വബറസത്ത് ലാഹിറത്തുൻ നജ്മിൽ വാഹിദ്, ലാഹിറത്തുൻ നജ്മിൽ വാഹിദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉദയം ചെയ്യാൻ തുടങ്ങി. എന്താണ് ലാഹിറത്തുൻ നജ്മിൽ വാഹിദ് പറഞ്ഞാൽ? അൽ മസ്റഹിയ്യത്തു കുല്ലുഹാ തദൂറു ഹൗല മുമസ്സിലിൻ വാഹിദിൻ, ഒരു നാടകം മുഴുവനായിട്ടും ഒറ്റ കഥാപാത്രം മാത്രം, അതിലൊറ്റ കഥാപാത്രം കേന്ദ്രമായിട്ട് ഒറ്റ കഥാപാത്രം, അയാളെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാ സംഭവങ്ങളും നടക്കുക. അത് ആരിലൂടെയാണ് ഉണ്ടായത്? മിസ്ലൽ ഫന്നാൻ ആദിൽ ഇമാം അല്ലദീ കാന യക്തുബുൽ മസ്റഹിയ്യ ഹാദൽ മിൻവാൽ, ഈ രൂപത്തിൽ നാടകങ്ങൾ എഴുതിയിരുന്ന ഒരാളാണ് ആദിൽ ഇമാം എന്ന് പറയുന്ന ആൾ. 1990കളായപ്പോൾ തറാജ അൻ നഷാത്തുൽ മസ്റഹി ബിസബബിൽ ഔളാഇൽ ഇഖ്തിസാദിയ്യ വസിയാസിയ്യ അല്ലതി ഇത്തബഅഹ റഈസുൽ മിസ്രി അസ്സാബിഖ് അൻവർ സാദാത്ത്, ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദാത്തിന്റെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കലും എക്കണോമിക്കുമായിട്ടുള്ള സിറ്റുവേഷൻ, അന്നത്തെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നാടകകല തറാജ പിന്നോട്ട് പോവാൻ തുടങ്ങി എന്നാണ് പറയുന്നത് 1990ഓട് കൂടി. ഇനി ഈജിപ്തിലെ പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയിട്ടുള്ള നാടക എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജോർജ് അബിയൽ. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇവരെ കുറിച്ച് ഏതെങ്കിലും ഒരാളെ കുറിച്ച്, ഒന്നോ രണ്ടാളുകളെ കുറിച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോർജ് അബിയൽ ഈജിപ്തിലെ നാടകകലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബെയ്റൂത്തിലാണ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് 1898 ഹിജറ പോയതാണ്. ഹുദൈബി അബ്ബാസ് സാനി അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ലിയതഅല്ലമ ഫുനൂനൽ മസ്റഹ്, നാടകകല പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1904 ഹുദൈബി അബ്ബാസ് സാനി അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം 1910 അവിടെ നിന്ന് മടങ്ങി വരുന്നു. എന്നിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള നാടക അവതരണങ്ങൾ തൻ്റെ നാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. വകാന ഇഖ്താറുൽ മുമസ്സിലീന ബിത്വരീഖ ഇൽമിയ മുനല്ലമ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം അഭിനേതാക്കളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ജോർജ് അബിയലിന്റെ ഒരു പ്രത്യേകത, കാന അവ്വലു മൻ ഇസ്തആന ബിൽ മുമസ്സിലാത്ത് ഫിൽ മസ്റഹിൽ മിസ്രി, ഈജിപ്ഷ്യൻ നാടകത്തിൽ സ്ത്രീകളായ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടി അഭിനയത്തിൽ അവസരം കൊടുത്ത ആദ്യത്തെ ആൾ കൂടിയാണ് ജോർജ് അബിയൽ എന്ന് പറയുന്നത്. ആ സ്ത്രീകൾ മിക്കവരും ഷാമിൽ നിന്ന് കുടിയേറി പാർത്തവരായിരുന്നു, ഈജിപ്തിലേക്ക് വന്ന് കുടിയേറി പാർത്ത ആളുകൾ ആയിരുന്നു. പിന്നെ ജോർജ് അബിയലിന്റെ പ്രധാനപ്പെട്ട മസ്റഹിയാത്തുകളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓദീബ് മലിക്കൻ, ഉത്തൈൽ എന്ന് പറയുന്നത്. അതുപോലെ ആദ്യത്തെ അറബ് പോയറ്റിക് ഡ്രാമ അദ്ദേഹം എഴുതിയത് ജരീഹ് ബൈറൂത്ത് എന്ന് പറയുന്ന ഒരു പേരിലാണ് ആദ്യമായിട്ട് അദ്ദേഹം പദ്യ നാടകം എഴുതിയത്. ഏകദേശം 130-ലധികം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലധികവും ട്രാൻസ്ലേറ്റഡ് ആണ്. ചിലതൊക്കെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, സ്വന്തമായി രചിച്ചിട്ടും ഉണ്ട്. അദ്ദേഹം ഈജിപ്ഷ്യൻ നാഷണൽ ട്രൂപ്പ് 1935 നാടകത്തിന് വേണ്ടിയിട്ട് ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടോക്കിംഗ് അറബിക് ഫിലിമിൽ അദ്ദേഹം ഉൻഷൂദത്തുൽ ഫുആദ് എന്ന് പറയുന്ന ആദ്യത്തെ ടോക്കിംഗ് അറബിക് ഫിലിമായ അതിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ലിനഖാബത്തിൽ മുമസ്സിലീൻ, അഭിനയിക്കുന്ന ആളുകൾക്കുള്ള ഒരു സിൻഡിക്കേറ്റ്, അവരുടെ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 1959 മെയ് 25-നാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇതാണ് ജോർജ് അബിയദിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സലാമ ഹിജാസി എന്ന് പറയുന്ന ഒരാളും ഈജിപ്ഷ്യൻ നാടകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്. അദ്ദേഹം കാന മസ്റഹിയൻ മിസ്രിയൻ ബാരിസൻ ഫി നഹ്ദത്തിൽ മസ്റഹ് ബിമിസ്ർ ഫി അവാഖിർ القرن التاسع عشر وبداية القرن العشرين, 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഈജിപ്ഷ്യൻ നാടകത്തിന്റെ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ച ഒരാളാണ് സലാമ ഹിജാസി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ രചനകളുടെ തുടക്കം എങ്ങനെയായിരുന്നു? അദ്ദേഹം പോയറ്റിക് ഡ്രാമ മീ ഹൗറാസ് എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡ്രാമ രചിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാടക കലയിലുള്ള തുടക്കം കുറിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഒരുപാട് നാടക സംഘങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൻ്റെതായിട്ടുള്ള ഒരു ട്രൂപ്പിനെ, ഒരു സംഘത്തെ 1905 സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ അദ്ദേഹം ഒരുപാട് നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്ന് പറയുന്നത്.
പിന്നെ യുഅദ്ദു റാഇദ ഫന്നൽ ഓബ്രിയത്ത് ഫി മിസ്ർ. ഈജിപ്തിലെ ഓബ്രിയത്ത് ഫന്നിന്റെ, ഓബ്രിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നാടകം, അതിലുള്ള പാട്ട്, ഡാൻസ്, അഭിനയം, ഇതൊക്കെ പാട് കൂടിയ കലക്കാണ് ഓബ്രിയത്ത് എന്ന് പറയാം. അതിന്റെ പര്യവേക്ഷകനായി, അതിന്റെ പിതാവായി, ഈജിപ്തിലെ ഓബ്രിയത്ത് കലയുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് സലാമ ഹിജാസി. അദ്ദേഹം പിന്നെ പാട്രിയാറ്റിക് സോങ് ഒക്കെ ഉൾക്കൊള്ളുന്ന, അതാണ് അനാഷീദുൽ ഹമാസി അല്ലത്തി തഹസ്സു അലൽ മബാദി വൽ അഖ്ലാഖ്, എത്തിക്സിന്, മോറലിനൊക്കെ, മൊറാലിറ്റിക്കൊക്കെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലുള്ള ദേശസ്നേഹത്തെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം ഒരുപാട് രചിച്ചിട്ടുണ്ട്. അദ്ദേഹം സെയ്ദ് ദർവേഷ് എന്ന് പറയുന്ന ഒരു കലാകാരനെ നാടകത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ ഒരു വലിയ നാടകകൃത്താക്കി വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇതാണ് സലാമ ഹിജാസിയെ പറ്റി പറയാനുള്ളത്. 1917 അദ്ദേഹം വഫാത്തായി. ഇനി മറ്റൊരാളാണ് ഇബ്രാഹിം റംസി. 1884 1949 അദീബ് മസ്രഹി മിസ്രിയാണ്. റായിദ് മിൻ റുവാദിൽ മസ്രഹിൽ അറബിയൽ ഹദീസാണ്. മൻസൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 1949 അദ്ദേഹം വഫാത്തായി. അദ്ദേഹം 50ഓളം നാടകങ്ങൾ രചിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ, കോമിക് ആയിട്ടുള്ള, ഹ്യൂമറസ് ആയിട്ടുള്ള കുറെ നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളുടെ പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അൽ ഹാക്കിം ബി അബ്ദില്ല, ബത്താൽ മൻസൂറ ബിൻതുൽ ഖഷീർ ഇസ്മായിൽ ഫത്താഹ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോമിക് സോഷ്യൽ നാടകങ്ങളിൽ പെട്ടതാണ് ഹഞ്ചൽ ബൂബു, ദുഖുൽ ഹമ്മാമിഷ്, സീ ഹുറൂജു, ഇഖ്ബാൽ ഹബായിബ്. പിന്നീട് അദ്ദേഹം ചില ട്രാൻസ്ലേറ്റുകൾ കൂടി നടത്തിയിട്ടുണ്ട്. നാടക ട്രാൻസ്ലേഷനുകൾ അദ്ദേഹം നടത്തിയതാണ്. കൈസർ ക്ലിയോപാട്ര, ബെർണാഡ് ഷായുടെ കൈസർ ക്ലിയോപാട്ര അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. അൽ മലിക്കുലേർ വ തെർവീലുൻ നമ്ര, ഷേക്സ്പിയറുടെ ഒരു നാടകമാണ്. അദുവു ഷാബ്, എബ്സന്റെ നാടകമാണ്. ഇതൊക്കെ അദ്ദേഹം അറബിയിലേക്ക് എന്തായിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇബ്രാഹിം റംസിയെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരാളാണ് നമ്മളൊക്കെ അറിയുന്ന മുഹമ്മദ് തൈമൂർ, അല്ലെ? മുഹമ്മദ് തൈമൂർ, മഹ്മൂദ് തൈമൂർ ഒക്കെ കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് തൈമൂർ ഷാഇറുൻ വ അദീബുൻ വ കാത്തിബുൻ മസ്രഹിയുൻ മിസ്രിയാണ്. അദ്ദേഹം കെയ്റോയിൽ 1892 ജനിക്കുന്നത്. ഒരു സമ്പന്നമായ വൈജ്ഞാനികമായ സാഹിത്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മിൻ മുഅസ്സിസിൽ അദബിൽ ഖിസസി വൽ മസ്രഹി ഫി മിസ്ർ, ഈജിപ്തിലെ നാടകത്തിന്റെയും കഥാസാഹിത്യത്തിന്റെയും സ്ഥാപകന്മാരിൽ അദ്ദേഹത്തെ എണ്ണപ്പെടുന്നു. നാടകത്തിലും സാഹിത്യത്തിലും ഒക്കെ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. തഅസറ ബിൽ മദ്ഹബിൽ വാഖിഇ ഫിൽ കിതാബ, എഴുത്തിൽ അദ്ദേഹം റിയലിസ്റ്റിക് മദ്ഹബാണ് പിന്തുടർന്നിരുന്നത്. പിന്നെ മുഹമ്മദ് തൈമൂറിനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരുപാട് കോമിക്, ഹ്യൂമറസ് ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. അൽ ഉസ്ഫൂർ ഫിൽ ഖഫസ്, അബ്ദുസത്താർ അഫന്തി, അൽ മുഹാവിയ, അൽ അഷറ ത്വയ്യിബ എന്നുള്ളതൊക്കെ. ഫ്രഞ്ചിൽ നിന്ന് അദ്ദേഹം 2 നാടകങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അൽ അബ്ലൂയോണാർ ലഗസ് എന്ന് പറയുന്ന, അദ്ദേഹം അഭിനേതാവായി 1917 വരെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ആധുനിക തനത് രൂപത്തിലുള്ള അറബ് ചെറുകഥ ആയ, ആദ്യത്തെ അറബ് ചെറുകഥയായ അൽ ഖിത്താർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ആദ്യത്തെ അറബ് ചെറുകഥയായിട്ടുള്ള, ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള അൽ ഖിത്താർ എന്ന് പറയുന്ന ചെറുകഥ രചിച്ചത് ആരായിരുന്നു? മുഹമ്മദ് തൈമൂർ ആയിരുന്നു. പലപ്പോഴും പല പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരാളാണ് യൂസുഫ് വഹബി. യൂസുഫ് വഹബിയെ പറ്റിയിട്ട് ഒരുപാട് നമുക്ക് ഈ പുസ്തകത്തിൽ ഇനിയും പഠിക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് നോക്കാം. അദ്ദേഹം മുഅല്ലിഫ്, എഴുത്തുകാരനാണ്, മുമസ്സിൽ, അഭിനേതാവാണ്, മുഖ്രിജ്, ഡയറക്ടറാണ്, മസ്രഹിയാണ്, സിനിമായിയാണ്, മിസ്രിയാണ്. അൽ ഫയൂം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അമീദുൽ മസ്രഹിൽ അറബി എന്ന പേരിൽ അദ്ദേഹം എന്താകുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം റംസീസ് എന്ന് പറയുന്ന ഒരു സംഘത്തെ എന്താക്കി, പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘം ഒരുപാട് നാടകങ്ങളൊക്കെ എന്തായി, സമർപ്പിച്ചു, അവതരിപ്പിച്ചു എന്നാ പറയുന്നത്. അദ്ദേഹം ഇറ്റലിയിൽ പോയിട്ടാണ് നാടകകല പഠിക്കുന്നത്. ഓക്കെ, യൂസുഫ് വഹബി. പിന്നീട് അദ്ദേഹം ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ടോക്കിംഗ് സിനിമയാണ് ഔലാദു ദവാത്ത് എന്ന് പറയുന്നത്. 40-ലധികം നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്.
60-ലധികം ഫിലിമുകൾ അദ്ദേഹം അഭിനയിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1928 അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സിനിമയിൽ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിൽ അദ്ദേഹം പരാജയപ്പെടുകയും അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങൾ വരികയും അദ്ദേഹം ആ പ്രൊജക്റ്റിനെ തൊട്ട് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം മില്യോ ഡ്രാമ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് തുടക്കം കുറിച്ച ആളാണ്. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അൽ മില്യോ ഡ്രാമി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അദ്ദേഹം എന്തായിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് മില്യോ ഡ്രാമി എന്ന് പറയുമ്പോൾ മെലോ ഡ്രമാറ്റിക് എന്നാണ്. അതായത് സ്ട്രോങ് ഇമോഷനുകൾക്ക്, മനസ്സിൻ്റെയൊക്കെ സ്ട്രോങ് ഇമോഷനുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രൂപത്തിലുള്ള നാടകങ്ങൾ എഴുതുക. മദ്ലമിൽ മസ്രഹിൽ കൊമേഡിയൻ നാടകങ്ങൾക്ക് പകരമായിട്ട് അല്ലതി ഖാന ഷായിൻ ഫിയാസ്രി, തൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ വ്യാപകമായിരുന്നത് അതായിരുന്നു. അതിന് പകരം അദ്ദേഹം ഈ ഇമോഷനുകൾക്ക്, മനുഷ്യന്റെ ഇമോഷനുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രചനകളാണ് അദ്ദേഹം നടത്തിയത്. 1982 അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ഇവിടെ ഇട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുന്നു. മറ്റൊരു ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്, നാടകകൃത്താണ് നജീബ് റൈഹാനി. അദ്ദേഹം മുമസ്സിൽ, മസ്രഹി, സിനിമായി, കോമഡി, മിസ്രി, അസ്ലിൻ ഇറാഖി അസലുകാരനാണ്. അദ്ദേഹത്തിന്റെ ലഖബ് എന്തായിരുന്നു? സഈമുൽ മസ്രഹിൽ ഫുക്കാഹി. ഫുക്കാഹി എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് ആയിട്ടുള്ള ഡ്രാമകളുടെ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹാസ്യ നാടകങ്ങളുടെ നേതാവ്. ഫുക്കാഹ എന്ന് പറഞ്ഞാൽ ഹാസ്യം, കളിയാക്കൽ, പരിഹാസം എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ നാടകത്തിലെ ഒരു കഥാപാത്രമായിരുന്നു കഷ്കഷ് ബേ എന്ന് പറയുന്ന ഒരാൾ. ആ കഥാപാത്രത്തിന്റെ പേരിൽ അദ്ദേഹം എന്തായിട്ടുണ്ട്, പിൽക്കാലത്ത് ഫേമസ് ആയിട്ടുണ്ടെന്ന്. കാര്യമായിട്ട് അദ്ദേഹത്തെ പറ്റി, നജീബ് റൈഹാനിയെ പറ്റിയിട്ട് കാര്യമായിട്ട് പറയാനുള്ളത്, അദ്ദേഹം കോമഡി ഡ്രാമകൾക്ക്, ഹാസ്യ നാടകങ്ങൾക്കാണ് കൂടുതൽ എന്തായിരുന്നത്, പ്രാധാന്യം കൊടുത്തിരുന്നത്. ലിമുആലജത്തിൽ ഖളായൽ വതനിയ വൽ ഇജ്തിമായ, സോഷ്യൽ നാഷണൽ പ്രോബ്ലംസിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കോമഡി രൂപത്തിലുള്ള നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചിരുന്നത്. 33-ലധികം നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടതാണ് സലാസൂനയവും ഫിസ്സിജൻ, അദ്ദലൂഅ, അദ്ദുന്യ അല കഫി ഫിരീത് റിയ വസകീന എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. യൂസുഫ് ഇദ്രീസ് ഈജിപ്തിലെ മറ്റൊരു എഴുത്തുകാരനാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഒരു ഡോക്ടറായിരുന്നു, മെഡിസിനൊക്കെ പഠിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം ആ ജോലിയൊക്കെ ഒഴിവാക്കി ഫുള്ളായിട്ട്, പൂർണ്ണമായിട്ട് സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പൊളിറ്റിക്കൽ വിമർശനം, അന്നത്തെ രാജാക്കന്മാരെ, അവിടുത്തെ ഭരണാധികാരികളെയൊക്കെ വിമർശിക്കുന്ന, അതിൽ വളരെയധികം ധീരത കാണിച്ച ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ജമാൽ അബ്ദുൽ നാസറിനെയൊക്കെ വളരെയധികം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് രചനകൾ എന്തായിട്ടുണ്ട്, യൂസുഫ് ഇദ്രീസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊളോക്കിയൽ ലാംഗ്വേജും ക്ലാസിക്കൽ പിന്നെ നരേഷനും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രചനകൾ എന്തായിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടുണ്ടായിരുന്നത്. 20-ലധികം കഥാസമാഹാരങ്ങൾ, 5 നോവലുകൾ, 10 നാടകങ്ങൾ അദ്ദേഹം എഴുതി. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് മലിക്കുൽ ഖുത്തൻ, ജംഹൂരിയത്തു ഫറഹാത്ത്, അൽ മുഖത്തിത്തീൻ എന്നുള്ളതൊക്കെ. മറ്റൊരാളാണ് നുഅ്മാൻ ആഷൂർ. നുഅ്മാൻ ആഷൂർ എന്ന് പറയുന്നത് കാതിബുൻ മസ്രഹിയുൻ മിസ്രിയുൻ. മീത്ത് ഖമർ എന്ന് പറയുന്ന സ്ഥലത്ത് 1918 അദ്ദേഹം ജനിക്കുന്നത്. നജീബ് റൈഹാനി, നമ്മൾ നേരത്തെ പറഞ്ഞു, നജീബ് റൈഹാനി ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് നാടകങ്ങൾ എഴുതിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ എഴുത്തുകളിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അദ്ദേഹത്തെ ലഖബ് പറയപ്പെട്ടു, അബുൽ മസ്രഹ് എന്ന പേരിലൊക്കെ നുഅ്മാൻ ആഷൂറിന് എന്തായിട്ടുണ്ട്, ലഖബ് പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അൽ മിഗ്നാതീസ്, അന്നാസുൽ ലൈഹ, ബിലാദുൻ ബിർറുഹു എന്ന് പറയുന്ന നാടകങ്ങളൊക്കെ. അൽഫ്രദ് ഫറജ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം മുഹദ്ദിർ വസുഹഫി മിസ്രി ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു. കഫർ സയ്യാദി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആകർഷനായിക്കൊണ്ടാണ്, അതുപോലെ തന്നെ തോഫീഖുൽ ഹക്കീമിന്റെ കൃതികളിലും അദ്ദേഹം വളരെയധികം ആകർഷനായിട്ടുണ്ട്. അറബ് കൾച്ചറിനെ ആധുനിക ഈ നാടക ശൈലിയുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വ്യത്യസ്തമായ രൂപത്തിൽ രചന നടത്തിയ ഒരാളാണ് അൽഫ്രദ് ഫറജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ
ജയിലിലാക്കപ്പെടുന്നുണ്ട് 1959 64 ഇടയിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ കാരണമായിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ സുഖൂത്ത് ഫിറൗൻ, സൗത്ത് മിസർ, ഹല്ലാഖ്, ബഅദാദ്, അസ്കർ ഹറാമിയ. 2005 അദ്ദേഹം ലണ്ടനിൽ വെച്ചുകൊണ്ട് എന്താകുന്നുണ്ട്, വഫാത്താകുന്നുണ്ട്. ഇനി അടുത്തത് തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് നമുക്ക് അടുത്ത യൂണിറ്റ് മുഴുവനായിട്ടും തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ചാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. യുഅദ്ദു അഹദ അബ്റസി മുഅസ്സിസിൽ മസ്റഹിൽ അറബി വഅളമി കുത്താബിഹിൽ മസ്റഹിയീൻ. അറബ് നാടകത്തിന്റെ സ്ഥാപകന്മാരിൽ പ്രമുഖനായ ഒരാളായിട്ട് ഗണിക്കപ്പെടുന്ന ഒരാളാണ് തൗഫീഖുൽ ഹക്കീം. അദ്ദേഹത്തിന്റെ നാടക ജീവിതം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം ആദ്യ രചനകൾ നടത്തിയത് ഒരു ഹാസ്യ രൂപത്തിലായിരുന്നു, ഫുകാഹിയ. പിന്നീട് സോഷ്യൽ റിയലിസ്റ്റിക് അൽ ഇജ്തിമായി അൽ വാഖിയ, സോഷ്യൽ റിയലിസ്റ്റിക് മേഖലയിലേക്ക് അദ്ദേഹം കടന്നു. പിന്നെ ദിഹിനിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു നാടക ശൈലിയാണ് അൽ മസ്റഹിയ ദിഹിനിയ. അത് നമുക്ക് അടുത്ത യൂണിറ്റിൽ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ അവിടെ പറയാം. അൽ ഹാദിഫ, പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാടകങ്ങൾ രചിക്കാൻ തുടങ്ങി. അല്ലാ മാക്കൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കലായിട്ട്, നമുക്ക് ഇല്ലോജിക്കലായിട്ടുള്ള നാടകങ്ങൾ അദ്ദേഹം ലാസ്റ്റ് അങ്ങനെയാണ് അതായത് നമുക്കൊന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ പല പല കാര്യങ്ങൾ, നമുക്കൊന്നും ആർക്കും നമ്മുടെ ബുദ്ധിക്കൊന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള സംഗതികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള നാടകമാണ് അല്ലാ മഅഖൂല എന്ന് പറയുന്നത്. അദ്ദേഹം സിംബോളിസത്തെയും റിയലിസത്തെയും മിക്സ് ആക്കിയിട്ടാണ് രചനകൾ നടത്തിയിരുന്നത് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത യൂണിറ്റിൽ വിശദമായി പറയാം. ലീനിൻ റംലി എന്ന് പറയുന്ന ഒരാൾ, ലീനിൻ ഫത്ഹി അബ്ദുല്ലാഹ് അർ റംലി കെയ്റോയിൽ 1945 ജനിച്ചു. മഅഹദുൽ ആലിലിൽ ഫുനൂൽ മസ്റഹിയയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയി. അവിടുത്തെ ഖിസ്മുൻ നഖ്ദി വാദബിൽ മസ്റഹ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അദ്ദേഹം മുഹമ്മദ് സുബ്ഹി എന്ന് പറയുന്ന കലാകാരന്റെ കൂടെ എന്തായിട്ടുണ്ട്, സഹകരിച്ചുകൊണ്ട് ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ അവരെന്തായിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം രൂക്ഷമായി പരിഹസിക്കുന്ന രൂപത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നാടകങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ഇന്നഹും യഖ്തുലൂനൽ ഹമീർ, അർബഅതു ദിദ്ദുൻ വാഹിദ്, ഇൻതഹ ദർസ് അഹ്ലൻ യാ ബക്കവാത്ത്. 2020 അദ്ദേഹം വഫാത്താകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ കാര്യമായിട്ടും പറഞ്ഞത് ഈജിപ്തിലെ അൽഫന്നുൽ മസ്റഹി, അതുപോലെ 20-ാം നൂറ്റാണ്ടിലെ ഈജിപ്തിലെ നാടകം, അതുപോലെ ഈജിപ്തിലെ പ്രധാനപ്പെട്ട നാടക കൃത്തുകൾ. ഇത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.